ഹലോ കൂട്ടുകാരെ, ഇതാണ് പ്ലാച്ചി ഇല. ഇതെല്ലായിടത്തും കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് പാലക്കാട് കിട്ടുന്ന ഒരു ഇലയാണ്. ഇതിന് ഔഷധ ഗുണമൊക്കെ ഉണ്ടെന്ന് പറയണം. അതെന്ത് ഔഷധ ഗുണമാണെന്നൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അട ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇവിടെ കൂടുതലായിട്ടും വാഴയിലയിൽ കൂടുതൽ ഈ പ്ലാച്ചി ഇലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാച്ചി ഇല. ഇത് ഒരു പൂവുണ്ടാവും. ഇതിൽ തീ കളറ് പൂവാണ്. അത് നല്ല ഭംഗിയുള്ള പൂവാണ്. ഈ പൊങ്കൽ സമയത്തൊക്കെയാണ് ഇതിന് പൂവുണ്ടാവണത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഈ പ്ലാച്ചി ഇലയിൽ അടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവെടുത്ത് ക്യാമറയും കൈ പിടിച്ചിട്ട് ഒറ്റ കയ്യിൽ പിടിച്ച് ഇത് ചെയ്യണോണ്ടാണ് അത്രയ്ക്ക് എല്ലാം തിരിഞ്ഞ് പോകണം. നല്ല കനം കുറച്ചുണ്ടാക്കിയാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അടി ഉണ്ടാക്കുന്നതിൽ പുതുമയൊന്നുമില്ല. എന്നാലും പ്ലാച്ചി ഇലയിൽ ഉണ്ടാക്കുന്നത് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. അപ്പോൾ ശർക്കരയും തേങ്ങയും ഇങ്ങോട്ട് പീര കൂടിയിട്ട് വിളയിച്ച് വെച്ചതാണത്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഏലക്കായും ജീരകവും ഇട്ടിട്ടുണ്ട് ഇതിൽ, തേങ്ങ വിളയിച്ചതിൽ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് ഒറ്റക്കൈ കൊണ്ട് ഉണ്ടാക്കിയാൽ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇതായി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടൊന്നും പുറത്തേക്കൊന്നും വന്നിട്ടൊന്നുമില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് തരണം കേട്ടോ. ഞങ്ങളൊന്ന് കാണിച്ചു തരുകയാണ്. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കൂട്ടായ്മയുണ്ട് ഇതാട്ടോ. ഇത് മുകളിലത്തെ തട്ടാണ്. അടിയിലെ തട്ടിലും ഇതേപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേവായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാച്ചി ഇലയിൽ അട റെഡിയായി കേട്ടോ. അപ്പോൾ പ്ലാച്ചി ഇല കിട്ടുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നമുക്ക് വാഴയില ചൂടുമ്പോൾ അത് വേറൊരു ടേസ്റ്റ്.